ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം. 3 of Pentacles, Ace of Swords, 10 of Cups, Hermit, Sun, Queen of Swords, 4 of Wands, Page of Swords, 8 of Cups and the Strength. ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെവിടെ നിന്ന് ഓക്കെ അപ്പോൾ ഇന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കിങ് ഓഫ് സ്വോർഡ്സ് ആയതുകൊണ്ട് ഒരു ഇമോഷൻസിന് അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇൻ്റലിജൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇന്ന് ഇമോഷണലി വീക്കാകാൻ പാടില്ല. ഇൻ്റലിജൻ്റ്ലി അല്ലെങ്കിൽ ക്ലവറായിട്ട് നിങ്ങൾ തീരുമാനം എടുക്കണം എന്നാണ് ഈ കിങ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ ഒരു ഗ്രാൻഡ് ഫാദർ ഫിഗറാണ്. ഗ്രാൻഡ് ഫാദർ ഫിഗർ എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ റാഷണലായിട്ട് ചിന്തിക്കും, കുറച്ച് കൂടുതൽ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കും, വളരെ ക്ലെവറായിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ് കാണുന്നത്. ഫസ്റ്റ് വന്നിട്ട് 3 of Pentacles ആണ്. അപ്പോൾ ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു എന്ത് ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണെങ്കിൽ അവിടെ മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് 3 of Pentacles പറയുന്നത്. ഇവിടെ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുക, ടീമായിട്ട് പ്രവർത്തിക്കുക, കൊളാബറേഷൻ, അതൊക്കെയാണ്. അതായത് നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധ്യതയുണ്ട്. ഇനി വർക്ക് പ്ലേസിലാണെങ്കിലും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചൊരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ആരോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് ആ ആളുകളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവിടെ ഒരു ചെറിയ കോൺഫ്ലിക്റ്റിനുള്ളൊരു സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഒരു ഗൈഡൻസിൻ്റെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇന്ന് മീറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് കുറച്ച് ഹയറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ സമൂഹത്തിൽ ഹയറാർക്കിയിൽ മുകളിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിനെയോ മതമേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരെ അങ്ങനെ ആരെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാവാം, അല്ലെങ്കിൽ മുമ്പ് നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ആളുകളുമായിട്ട് നിങ്ങളിന്ന് മീറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. 3 of Pentacles എനർജി. 2 Ace of Swords ആണ്. ഇത് നിങ്ങളുടെ ഒരു ആശയം മനസ്സിലേക്ക് വരുന്നു എന്നാണ്. ഒരു ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആശയം രൂപപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കമാണ്, ഒരു പുതിയ പ്രോജക്റ്റ് ആയിരിക്കാം. നിങ്ങളൊരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ്. ആശയം മനസ്സിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഒരു ന്യൂ ബേബി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലാവാം, നിങ്ങളുടെ ചിന്തയിലാവാം. ന്യൂ ബേബി എന്ന് പറയുന്നത് അത് ലിറ്ററലി എങ്ങനെയാകാം കേട്ടോ. നിങ്ങളുടെ ഒരു ഓൺ പ്രോഡക്റ്റ് എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാവാം. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ഏർപ്പെടുത്തുന്നതാവാം. ചിലപ്പോൾ ലിറ്ററലി ഒരു കുഞ്ഞ് തന്നെ ആയിരിക്കാം. ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതാവാം, എന്ന് വെച്ചാൽ നടന്നു വരുമല്ല, ഒരു ബേബി നിങ്ങളുടെ വീട്ടിലൊരു ബേബി ഉണ്ടാവുന്നതാവാനും സാധ്യതയുണ്ട്. അതുപോലെ സർജറി പോലുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് സർജറി വേണമെന്ന് ആവശ്യപ്പെടാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളെ ആരൊക്കെയോ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ ഇങ്ങനെ അതായത് ചിലരുടെ കുത്തുവാക്കുകൾ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വേദനിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് Ace of Swordsൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ദെൻ 10 of Cups ഉണ്ട്. ഫാമിലി ടൈം ഉണ്ട്. അതായത് നിങ്ങൾ ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, പുറത്ത് പോവുക, ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നൊക്കെയാണ് ഈ 10 of Cups പറയുന്നത്. അപ്പോൾ അവിടെ ഒരു പുതിയ തുടക്കം എന്നാണ്. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നു. നിങ്ങൾക്ക് ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കാണുന്നത്.
ദെൻ ഹെർമിറ്റ് എനർജി ഉണ്ട്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചില സമയങ്ങളിലെങ്കിലും ഒറ്റപ്പെട്ടതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടതായിട്ട് തോന്നാനും ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നാനും സാധ്യതയുണ്ട്. അതാണ് ഹെർമിറ്റ് പറയുന്നത്. അതുപോലെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാവാം, ഒരു ഗുരുവിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാവാം, നിങ്ങൾക്കൊരു ഗൈഡൻസ് എടുക്കുന്നതാവാം, നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു സ്റ്റക്ക്നെസ് അനുഭവപ്പെടുക, അതായത് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു സ്റ്റക്ക്നെസ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ദെൻ സൺ കാർഡാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു യാത്രയുണ്ട്. യാത്ര നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് പോകുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുനാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് എന്ന് വെച്ചാൽ ആ ആളുകളെ കാണാനോ അവരുമായിട്ട് ഒരു സമ്പർക്കത്തിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നതാവാൻ സാധ്യതയുണ്ട്. യാത്രയുടെ കാർഡാണ്. വളരെ ഇന്നസെൻസോട് കൂടി നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയി മീറ്റ് ചെയ്യുന്നതാവാം. ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നു എന്നാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നു, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നു, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് പഴയ മുൻപറിയാമായിരുന്ന ആളുകളെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് ഈ സൺ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിന്ന് കേൾക്കാൻ, ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ അവിടെ ഒരു എംപ്രസിൻ്റെ എനർജി ഉണ്ട്. ഈ എംപ്രസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ വളരെ ഇന്ന് നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞൊരു ഹൈ എസ്റ്റീംഡ് ആയിട്ടുള്ളൊരു ഒരു ഫെമിനൈൻ എനർജിയാണ്. വളരെ ഹൈ എസ്റ്റീംഡ് ആണ്. നിങ്ങളിൽ തന്നെ അഭിമാനിക്കുക, വളരെ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അതൊക്കെയാണ് എംപ്രസ് പറയുന്നത്. നിങ്ങൾ ഇന്ന് മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ എന്താഗ്രഹിച്ചാലും മാനിഫെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന പോലത്തെ ഉള്ളൊരു ദിവസമാണ്. അബണ്ടൻ്റ് ആണ്. നിങ്ങളിലേക്ക് ഇഷ്ടംപോലെ ധനസമ്പാദനങ്ങളും ധാന്യ സമൃദ്ധി എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ലിറ്ററലി നിങ്ങളൊരു എംപ്രസ് എനർജിയിലാണ് ഇന്ന ദിവസം ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് വളരെ ഈഗോയിസ്റ്റ് ആയിരിക്കും. മറ്റുള്ളവർ പറയുന്നതിനൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും നിങ്ങളൊരു പ്രൗഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഈഗോ ഒക്കെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഹേർട്ട് ആകപ്പെടാനും നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് ഹേർട്ടാകാനും സാധ്യതയുണ്ട്. ദെൻ ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പം നിങ്ങൾ ഒരു അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ്. ക്ലാരിറ്റി ഇല്ലാത്ത ഇടങ്ങളിൽ നിങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുക, കാർക്കശ്യത്തോടുകൂടി നിലപാടെടുക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് എപ്പോഴും ചിരിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകൾ പെട്ടെന്നൊന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടോൺ ഒന്ന് മാറുക. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ന് ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്യപ്പെടുക എന്നുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യുക, നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടാവും. അതെന്താ ഇത്ര നാളായിട്ട് ഇത് ശരിയാവാത്തത്, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും ആരെങ്കിലും ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അൺബൈസ്ഡ് ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഒരു കർക്കശിക്കാരിയാണ്, ഒരു മാസ്കുലിൻ എനർജി പോലുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ കുറച്ചൊരു തൻ്റെ ഇടം കാണിക്കുന്നൊരു ദിവസമായിരിക്കാൻ സാധ്യതയുണ്ട്. ദെൻ 4 ഓഫ് വാണ്ട്സ് ആണ്. ഇത് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് ഇന്നത് സാധിക്കുന്നുണ്ടാവില്ല, അതിലേക്ക് എത്തിച്ചേരാൻ. നിങ്ങൾക്കിപ്പോൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് വരെ വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോവുക, കിട്ടാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതാണ് ഈ 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച പ്രയോജനം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു നിരാശയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. നിങ്ങളുടെ സോൾമേറ്റുമായിട്ടുള്ളൊരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളെ കാണാൻ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്നതോ ആവാം. ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ യാത്രകൾ ഉണ്ടാവാനും സെലിബ്രേഷൻസ് ഉണ്ടാകാനും ഗ്യാതറിങ്ങുകളിൽ പങ്കെടുക്കാനും സാധ്യതയുണ്ട്. സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. കല്യാണമോ കല്യാണ നിശ്ചയമോ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ദെൻ പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. അപ്പോൾ വീണ്ടും പാസ്റ്റിലേക്കാണ്. പാസ്റ്റിലത്തെ ആരെങ്കിലും മീറ്റ് ചെയ്യാനോ പാസ്റ്റിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കാനോ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ഒരു റിസ്ക് എടുത്ത് ഒരു കാര്യം പഠിക്കുക,
പുതിയ തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭയം കാണും. കാരണം മുൻപ് നിങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതുപോലെയോ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ളതോ ആയ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു തീരുമാനം എടുക്കാൻ ഒരു ഭയം തോന്നും. കാരണം മുൻപെടുത്തൊരു തീരുമാനം തെറ്റായി പോയതുകൊണ്ട് കഠിനമായ മാനസിക വിഷമത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ വരുംവരായികളെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ ക്ലാരിറ്റിയോടുകൂടി മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം വീണ്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാനോ മാനസിക വിഷമം ഉണ്ടാകാനോ സാധ്യതയുണ്ട്. അപ്പോൾ മുൻപുണ്ടായിരുന്ന അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഇന്ന ദിവസം തീരുമാനം എടുക്കാനായിട്ട്. ഓക്കെ. അതുപോലെ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ വരാനോ നിങ്ങളെ മീറ്റ് ചെയ്യാനോ അവരുമായിട്ട് സമ്പർക്കപ്പെടാനോ ഒക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ദെൻ 8 ഓഫ് കപ്സ് ആണ്. പെട്ടെന്ന് ആരോടെങ്കിലും വാക്കുതർക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെറുതെ ചില വാക്കുകൾ സ്ലിപ്പ് ഓഫ് എ ടങ്ക് കൊണ്ടൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇമോഷണൽ ഡാമേജ് ഉണ്ടാവുകയും അവിടെ വഴക്കുണ്ടാവുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണലി അവരോട് ഡിറ്റാച്ച്മെൻറ്റ് തോന്നുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും ക്ലാരിറ്റിയാണ് പ്രധാനം. ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുക. ആളുകളോട് സംസാരിക്കുമ്പോൾ ടോണൽ വേരിയേഷൻസ് ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്ന ശബ്ദത്തിൽ നമ്മുടെ ടോൺ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ടോണൽ വേരിയേഷൻ ശ്രദ്ധിക്കുക. പറയുന്ന വാക്കുകളിൽ നമുക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. വാക്കുകളിൽ ശ്രദ്ധിച്ച് തന്നെ സംസാരിക്കുക. കാരണം ചില ആളുകളെ നമ്മൾ പറയുന്ന വാക്കുകൾ വല്ലാതെ മുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം തൊട്ടടുത്ത കാർഡ് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിന് കാരണം നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവേണ്ടുന്ന ഒരു സാഹചര്യമാണത്. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് അവിടെ നിങ്ങൾക്ക് ചില പുതിയ അറിവുകൾ കിട്ടുക, പുതിയ പാഠങ്ങൾ പഠിക്കുക, അത് അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ കൂടെ ഇന്ന ദിവസം കടന്നു പോകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ക്യൂനോസോട്സിൻ്റെ എനർജി ഉണ്ട്. ക്യൂനോസോട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോഴേ ഈ അമ്മമാർ ഭയങ്കര നമ്മളെ നിയന്ത്രിക്കുന്ന അമ്മമാരോ ഭാര്യമാരോ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരിങ്ങനെ നമ്മളോട് വഴക്കുണ്ടാക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇത് കാണുന്നത് ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് മറ്റുള്ളവരെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ. ഇനി പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ അമ്മമാരോ ഭാര്യമാരോ വെറുതെ ഇങ്ങനെ സ്വഭാവം കൊണ്ട് വരാനും വഴക്കുണ്ടാകാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണേ. ഓക്കെ. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ള ഗൈഡൻസ് എ ഇയർ ഫ്രം നൗ എന്നാണ്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. കാരണം എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമുണ്ട്. അവിടെ ആ സമയത്ത് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ അത് ഫലത്തിലേക്ക് വരത്തില്ല. അതായത് നിങ്ങൾ ഒരു കാര്യം സാധിക്കാൻ ആഗ്രഹിച്ചിട്ട് അത് കിട്ടും എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വരെ ചെന്നിട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുക, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം വീണ്ടും നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. കാരണം അതിൻ്റെ ഡിവൈൻ ടൈം ആയിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡിവൈൻ ടൈം ആകുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതിന് എ ഇയർ ഫ്രം നൗ ആണ്. അപ്പോൾ 1 വർഷമെങ്കിലും സമയമെടുക്കും നിങ്ങളിപ്പോൾ ആഗ്രഹിച്ച ആ കാര്യം നടപ്പിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ. രണ്ടാമത്തെ ഗൈഡൻസ് നോക്കാം. രണ്ടാമത്തെ ഗൈഡൻസ് വെയിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒന്നൊന്ന് ശാന്തമായിട്ട് ഒന്നിരിക്കാനാണ് പറയുന്നത്, വെയിറ്റ് ചെയ്യാനാണ്. ദെൻ തേർഡ് കാർഡ് വന്നിട്ട് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ പെർഫെക്റ്റ് ടൈമിങ് നിങ്ങൾക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. ഓക്കെ. ആസ് യൂഷ്വൽ ലവേഴ്സിനുള്ള ഗൈഡൻസ് ഞാൻ മറ്റേ ചാനലിൽ ഇട്ടേക്കാം. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. അതിലും കൂടെ പോയെന്ന് കാണുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കാരണം ഇൻ കേസ് നമുക്ക് ഒത്തിരി പേരുടെ ചാനൽ അടിച്ച് പോയതുകൊണ്ടാണ് നമ്മൾ വേറൊരു ചാനൽ എടുത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഗൈഡൻസ് ഞാൻ മറ്റേ ചാനലിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ അത് ഡെഡായിപ്പോൾ. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.
കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.